നമസ്കാരം. കഫേ ഡി സ്റ്റോറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് വനം നൽകിയ അറിവുകൾ, ആ അറിവുകൾ പകർന്ന് നാട്ടിലേക്ക് എത്തിക്കുക മാത്രമല്ല പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനൊപ്പം തന്നെ 200-ലധികം ജീവനുകൾ രക്ഷിക്കുകയും അത് ഇന്ദ്രപ്രസ്ഥത്തിൻ്റെ അകത്തളങ്ങളിലേക്ക് എത്തിച്ച് രാജ്യത്തെ പരമോന്നത ബഹുമതിയിൽ ഒന്നായ 4ാമത്തെ പരമോന്നത ബഹുമതിയായ പത്മശ്രീ വരെ അംഗീകാരം നേടിയ പത്മശ്രീ ലക്ഷ്മിക്കുട്ടി അമ്മയാണ് ഇന്ന് നമുക്കോടൊപ്പം ചേരുന്നത്. അമ്മ നമസ്കാരം. ഇവിടെ ഈ നാട്ടറിവുകൾ പകർന്നു നൽകി ഇത് പത്മശ്രീ വരെ എത്തിയ അമ്മയ്ക്ക് വലിയ അംഗീകാരങ്ങളൊക്കെയാണ് ഇന്ത്യൻ ജനത നൽകിയത്. അത് എത്രത്തോളം ആ സമയത്ത് കിട്ടിയിരുന്ന കാര്യങ്ങൾ, ഒരു പത്മശ്രീ കിട്ടിയതിന് ശേഷമുള്ള കാര്യങ്ങൾ എത്രത്തോളം അത് ഇപ്പോഴും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊക്കെ നിലനിന്ന് പോകുന്നുണ്ട് എന്ന് പറയാമോ അമ്മ? കിട്ടിയതിന് ശേഷം എന്ന് പറഞ്ഞാൽ സർക്കാർ ഒരുപാട് വാഗ്ദാനങ്ങളും കാര്യങ്ങളും ഒക്കെ ആ സമയത്ത് പറയുകയും ഒരുപാട് ആളുകൾ സഹായ വാഗ്ദാനങ്ങൾ സഹായിക്കാനൊക്കെ പിന്നെ ഏവരും സന്നദ്ധരായി വരാറുണ്ട്. പക്ഷേ ചെയ്ത് തരുന്നവരുണ്ട്. അല്ലാതെ ഇതുപോലെ പുരസ്കാരങ്ങൾ നാനാഭാഗത്തും ആദരവും ഒക്കെ നടത്താറുണ്ട്. എനിക്കല്ല അമിത ആഹ്ലാദം തോന്നുന്ന പൊടി കുഞ്ഞുങ്ങൾക്ക് വരെയാണ് ഇപ്പോൾ. നാടിനാണ് ഇതിൻ്റെ ആഹ്ലാദം. എനിക്ക് അങ്ങനെ ഒന്നും തോന്നാറില്ല. അമിത ആനന്ദവും ഇല്ല, അമിത നഷ്ടബോധവും ഇല്ല. അന്ന് ഒരുപാട് ആളുകൾ പറഞ്ഞിരുന്നു അമ്മയുടെ വീട്ടിലേക്കുള്ള റോഡ് നന്നാക്കി തരാം, റോഡ് ശരിയാക്കി തരും, അങ്ങോട്ടേക്കുള്ള വാഹനങ്ങളൊക്കെ എത്തിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കി തരാമെന്നൊക്കെ ഒരുപാട് ആളുകൾ അന്ന് പറഞ്ഞിരുന്നു. ഇപ്പൊ റോഡ് 1 കിലോമീറ്റർ സിമെന്റ് കോൺക്രീറ്റ് ചെയ്തു. ഇപ്പൊ വാഹനം അവിടെ ദുർഘടമായി കിടന്നിടം കോൺക്രീറ്റ് ചെയ്തു. നമ്മൾ നിയമസഭയിൽ സ്വീകരണം അങ്ങനെ മുഖ്യമന്ത്രിയൊക്കെ പോയി കണ്ട് നിവേദനം കൊടുത്തതിൻ്റെ പെട്ടെന്ന് തന്നെ പണി തീർത്തു. ഇനിയിവിടെ കുറേ ഭാഗം മെയിൻ റോഡിൽ നിന്ന് കയറുന്ന കുറേ ഭാഗം നന്നാക്കാനുള്ള ഉപകരണങ്ങൾ കൊണ്ടിട്ടേക്കണം. അപ്പോൾ അമ്മയെ കാണാൻ വരുന്ന രോഗികളെയൊക്കെ എളുപ്പത്തിൽ കൊണ്ടുവരാൻ കഴിയുന്നുണ്ട് വീട്ടിലേക്കല്ലേ? ഓക്കെ. ഈ ഒരുപാട് രോഗികളെയൊക്കെ അമ്മ ഇങ്ങനെ ഈ അപകടത്തിൽപ്പെട്ട് വരുന്നവരെയൊക്കെ ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ട്. ഈ ഒരുപാട് നാട്ടറിവുകൾ അല്ലെങ്കിൽ കാട്ടിൽ നമ്മയ്ക്ക് പകർന്നു കിട്ടിയ ഈ അറിവുകൾ ഒരുപാട് പേർക്ക് നൽകുന്നുണ്ട്. ഇതറിയാനായിട്ട് ഒരുപാട് കുട്ടികളൊക്കെ വരുന്നുണ്ടെന്ന് ഒക്കെയാണ് വായിച്ചറിഞ്ഞിട്ടുള്ളത്. അത് അവരുടെ ഗവേഷണപരമായിട്ടുള്ള കാര്യങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് രോഗികൾ വരും, പഠനക്കാർ വരും, ചാനൽ വരും, എല്ലാവർക്കും ഒരു കോഷം തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ അറിയാനും പോകാനും ഒക്കെ. ഈ പത്മശ്രീ എന്നുള്ളൊരു അവാർഡ് ലഭിക്കുന്നതിന് മുമ്പ് അതിന് മുമ്പ് 95-ൽ അമ്മയ്ക്കൊരു അംഗീകാരം കേരള സർക്കാർ തന്നിരുന്നു. ബൊട്ടാണിക്കൽ ഗാർഡൻ സംസ്ഥാന സർക്കാരിന്റെ അന്ന് മന്ത്രി കടവൂർ ശിവദാസൻ ആണ് ധന്വന്തരമുട്ടിയുടെ വെങ്കല ശില്പമാണെന്ന് കിട്ടിയ വിഷചികിത്സയാണ് ആധാരം. നാട്ടുവൈദ്യ സമ്മേളനമായിരുന്നു ബൊട്ടാണിക്കൽ ഗാർഡനിൽ വെച്ച് നടത്തിയ പാലോട്. അവിടെ ഡോക്ടർ രാജശേഖരൻ 87 പരിചയപ്പെട്ടതാ എൻ്റെ ഇടവരി ആദിവാസികളുടെ ജീവചരിത്രം ഞാൻ എഴുതിയായിരുന്നു. അങ്ങനെ പ്രസിദ്ധീകരിച്ച കൂട്ടത്തില ഡോക്ടർ വന്നതും ചെടികളെ പറ്റി പറഞ്ഞു. ഒരു ചെടി, അപൂർവമായ ഒരു ചെടി ഞാൻ എടുത്തു കൊടുപ്പിച്ചു. അതിപ്പോ ഞാൻ പറഞ്ഞത് അത്രയും കൃത്യമായിരുന്നു ഗവേഷണത്തിൽ. പിന്നെ അവര് അതിനെ വികസിപ്പിച്ചപ്പോ ക്യാൻസറിന് മരുന്നാക്കി ഉപയോഗിക്കുന്നു എന്നാണ് അറിവ്. അത് വേറെന്തരോ ഒന്നുകൂടെ ചേർക്കുന്നു. അവർ അതിനെ വെളിയെ വിട്ടില്ല. മറ്റേ നമ്മൾ ആദിവാസികൾ കൊടുത്ത മരുന്ന് പുറത്തായി. ആരോഗ്യ പച്ചയും ഇത് അമൃതപാല എന്നാണ് പറയുന്നത്. അപൂർവ സത്യമാണ്. തറയിൽ സാധാരണ വളരില്ല. പാർവതത്തിന്റെ മുകളിൽ എക്കല് വീണ പാറയുടെ തൊട്ടിയിലാണ് ഇത് വളരുന്നത്. കറുത്ത മണ്ണും വെള്ളവും നിറഞ്ഞ എക്കലിൽ വളരുന്നോളൂ. നമ്മൾ കൊണ്ട് വെച്ച് നോക്കി ഒരു വിധത്തിലും പിടിപ്പിക്കാൻ പറ്റണില്ല. പ്രകൃതിയിലേ വളരുള്ളത്. ആ ഒരു കാലഘട്ടത്തിന് മുമ്പുള്ള അമ്മയുടെ ജീവിതത്തെ കുറിച്ച് അതിന് മുമ്പേ ഞാൻ വൈദ്യം ചെയ്തിട്ട് 46 വർഷത്തോളാവണം. 350 പരം പേരായി ഏറ്റു വന്നവര് പലതരം ഇപ്പോഴും വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ എനിക്ക് പൊതുവെ വിഷരോഗികളെ മാത്രം ശ്രദ്ധിക്കാൻ പറ്റൂല. അതുകൊണ്ട് കഴിഞ്ഞാലും വന്നവരിന് തൽക്കാലം മരുന്നൊക്കെ കൊടുത്തു, കുഴപ്പമില്ലായിരുന്നു. പക്ഷെ മാരകമായി വിഷമിച്ചു വന്ന ആ രോഗിയെ മാത്രമേ നോക്കാവൂ, മറ്റുള്ളവരെ ശ്രദ്ധിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ഇടയ്ക്ക് 2 പേര് വന്നപ്പോൾ ഞാൻ പിന്നെ വിട്ട്. വിഷച്ചികിത്സ ചെയ്ത അയാൾക്ക് പിന്നെ വേറൊന്നും ചെയ്യാൻ പറ്റില്ല, വിഷത്തിന് തന്നെ ചെയ്യണം. അങ്ങനെയുണ്ട്. അതുകൊണ്ട് മറ്റു രോഗികളുടെ ശല്യം രായും പകലും ഇല്ലാതെ കൂട്ടമായിട്ട് എത്തുകയാണ് പല ദിക്കിൽ നിന്ന്. അപ്പോഴെനിക്ക് ഇവരെ നോക്കാൻ പറ്റാത്ത അവസ്ഥയിലായിപ്പോ. അങ്ങനെ
മരുന്ന് കടുവച്ചലന്തി കടിച്ചിട്ടാണ് വന്നത്. പറഞ്ഞയച്ചു. അത് വേറെ ആൾക്കാരുണ്ട് അവിടെയൊക്കെ, അത് നോക്കും. സാധാരണ കേട്ടിട്ടുള്ളത് സ്ത്രീകൾ സാധാരണ വിഷചികിത്സാ രംഗത്തേക്ക് അധികം കടന്നു വരാറില്ല എന്നാണ്, പ്രത്യേകിച്ചും പാമ്പ് വിഷവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്. അത് ആദിവാസി സമൂഹം പൊതുവെ അങ്ങനെയാണ്. സ്ത്രീകൾക്കൊന്നും ഇത്തരം വിദ്യ, മായാവിദ്യ പോലത്തെ വിദ്യയാണ്. മരുന്നും മന്ത്രവും പ്രയോഗിക്കണം. അത് എൻ്റെ അമ്മയുടെ സഹോദരങ്ങള്, മൂത്ത ആളും അമ്മയുടെ ഇളയ സഹോദരനും അണ്ണനും വിഷചികിത്സ ചെയ്യുന്ന വിദഗ്ധരായിരുന്നു. രണ്ടാമത്തെ അമ്മാവൻ അയാളാണെങ്കിൽ ചികിത്സ 18 വിദ്യ അറിയാന്ന് പറയും. അടിതട, ഒടിവ്, ചതവ്, മുറിവ്, തൊട പൊട്ടിയാൽ അങ്ങനെ തടവി കിട്ടും. അതിൻ്റെ മൂപ്പിൽ അതിൻ്റെ കാലുപരി ഇടുങ്ങിയ മനസ്ഥിതിയുള്ള ഒരു വ്യക്തിയാണ്. താൻ ചെയ്യും പോലെ മറ്റൊരാൾ ഉയരരുതെന്നുള്ള ഒരു ചിന്താഗതി പെണ്ണുങ്ങൾക്ക് പ്രത്യേകിച്ച്. പെണ്ണുങ്ങൾ വിദ്യ പഠിക്കരുതെന്നുള്ള ഒരിതുണ്ട്. പരീക്ഷണാർത്ഥം പലതും എന്നോട് ചോദിക്കും. വിളക്കുപ്പേര് മറുപടി പറയും, അവൾക്ക് എല്ലാം അറിയാമല്ലോ എന്ന് പറഞ്ഞു അവിടെ കെണി വയ്ക്കാൻ നോക്കും. എന്താ നമ്മളെ കാട്ടറിവില് മരുന്നല്ല, മന്ത്രമാണ് ഭൂരിപക്ഷവും. ഒരുത്തന്നെ നെൽകുത്ത് വരെ നടത്താനും കാട്ടിലെ മന്ത്രത്തിന് ഉണ്ട്. എന്താ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. മലദേവന്മാരും മുനീശ്വരന്മാരുടെ ഒക്കെ ഇതല്ലേ കാട്ടിലെ വാസന. ആ മന്ത്രപ്രയോഗമാണ് ഭൂരിപക്ഷം പഠിക്കാറ്. നന്മയും തിന്മയും ഉണ്ട്. അതുകൊണ്ടാണോ പറയുന്നത് ഈ വിഷചികിത്സയ്ക്ക് നന്മ ചെയ്യുന്നോ നന്മയെ ചെയ്യുള്ളൂ, രണ്ടും പഠിപ്പിക്കും. അസുരനും ദേവനും ഉള്ള പോലെ തന്നെയാണ് മന്ത്രത്തിലും. അസുര സ്വഭാവമുണ്ട് മനുഷ്യനും, അസുരനും ഉണ്ട് ദേവനും ഉണ്ട്. പ്രത്യേകിച്ച് ആരുമല്ല, മനുഷ്യർ തന്നെയാണ് അസുരനും ദേവനും. 33 കോടി ദേവനെങ്കിൽ 66 കോടി അസുരപ്പടയിലാണ് കണക്ക് പറയാറ് പുരാണം. അതുപോലെയാണ് മനുഷ്യരും. ദുഷ്ടരല്ലേ കൂടുതൽ, നന്മയുള്ളവർ കുറവല്ലേ. ഈ കാലഘട്ടത്തിൽ വളരെ കുറവാണ്. അതാണ് ഇതിന്റെയും പുരാണവും അത് തന്നെയാണ്. അതുകൊണ്ടാണോ അമ്മ ഈ പറയുന്നത് സ്ത്രീകൾ അധികം വംശം അന്യം നിന്ന് പോകും എന്നൊരു അന്യം നിന്ന് പോകും? 7 തലമുറയാകുമ്പോ വംശം കുറ്റിയേറ്റു പോകും. അത് വേറെ കാര്യം. ദൈവഹത്യ ചെയ്താൽ ചെയ്തു, അത് വേറെ കാര്യം. ഈശ്വര ചൈതന്യം നമ്മുടെ ഒപ്പം ഉണ്ടെങ്കിൽ നാഗശാപം ഏൽക്കാതെ രക്ഷപ്പെടാൻ പറ്റും. ശിവനും പാർവതിയാണ് നാഗരാജാവും നാഗമാതാവും. അത് തന്നെയാണ് നാഗരൂപവും. ശിവൻ സർപ്പഭൂഷണമാണല്ലോ, എല്ലാം സർപ്പമാണ്. കാതില കുണ്ടലം മുതൽ സർവാംഗവും കാൽത്തള വരെ. അസ്ത്രം തന്നെ നാഗാസ്ത്രമാണ്, പിനാകം എന്ന വില്ലും. വില്ല് തന്നെയാണ് ത്രിപുര ഇരിക്കാൻ നാഗാസ്ത്രമാണ്. 1000 പണങ്ങളോടെ പോയി 1000 വില്യായത്. അപ്പൊ ഈ അമ്മ മരുന്നുകൾ കൊടുക്കുന്നതിനൊപ്പം തന്നെ ഇത്തരത്തിലുള്ള മന്ത്ര കാര്യങ്ങളും വിഷചികിത്സയ്ക്ക് മന്ത്രം ചെയ്യും. വിഷ ഓതി ഇറക്കണം. വിഷത്തിന്റെ ഉൽപ്പത്തി തന്നെ ഇവിടെ വിഷ ആന്റിവനം കുത്തിവെക്കണം എന്ന് പറയും. ആന്റിവനം എങ്ങനെ ഉണ്ടാക്കണം എന്ന് എത്ര പേർക്ക് അറിയാമെന്ന് അറിയില്ല. ഈ വിഷ ചികിത്സയുടെ ഗ്രന്ഥത്തിൽ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഗ്രന്ഥവും പഠിച്ചിട്ടുണ്ട്. പിന്നെ നാട്ടുവൈദ്യത്തിന്റെ ചികിത്സാ രീതിയും പലതും ഗ്രന്ഥവിധിയും പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആര് ഭീഷണി മുഴക്കിയാലും എനിക്ക് നാട്ടുവൈദ്യവും ചെയ്യാൻ പറ്റും. നാട്ടുവൈദ്യ രത്നം എന്ന ബഹുമതിയാണ് 95 സീലും മുദ്രയും ലെറ്റർ പേഡും ഒക്കെ അത് തന്നെയാണ്. അതിൽ ഞാൻ എഴുതി കൊടുത്ത് ഒരുത്തിക്ക് 1000 രൂപ കിട്ടി എൻ്റെ അവിടെ ചികിത്സിച്ച ഒരു രോഗിക്ക്. പിന്നെ ഇപ്പം ലീവ് ലെറ്റർ എഴുതാവുന്ന 2 ടീച്ചർമാരൊക്കെ അവിടെ ചികിത്സയ്ക്ക് വന്നു. പിന്നെ അവര് പഥ്യം നോക്കൊണ്ട് ജോലിക്ക് പോവാതെ അത്തരം രോഗമായിരുന്നു. സോറിയാസിസ് പോലുള്ള വെളിയിറങ്ങാൻ വയ്യാത്ത രോഗമായിട്ട് ചികിത്സ ചെയ്ത് പിന്നെ ലീവ് ലെറ്റർ ഞാൻ എഴുതി കൊടുത്തു 2 പേർക്ക്. അവരെല്ലാം കൊണ്ടുവന്ന് ഞാൻ പിന്നെ ഒപ്പിട്ട് സീൽ ചെയ്ത് കൊടുത്തു. അവർക്ക് ജോലി പിന്നെയും കയറി. ഈ സോറിയാസിസ് പോലുള്ള രോഗങ്ങൾക്ക് അമ്മ ഒറ്റമൂലിയാണോ നൽകുന്നത്, അതോ ഒറ്റമൂലി എന്ന് പറയാം. ഒറ്റമൂലി കൊണ്ട് ഒരു ലേഹ്യവും ഉണ്ട്. ലേഹ്യം കൊടുത്ത് വയറ് ഉള്ളിലുള്ളൊക്കെ പുറത്ത് ചാടിച്ചിട്ട് എണ്ണ തെച്ചാൽ മതി പുറത്ത് പോകും. എണ്ണ ഒറ്റമൂലി തന്നെ. എണ്ണ അത് ലേഹ്യം, അത് പ്രത്യേക തരം ലേഹ്യം. ഇപ്പം തന്നെ ഇടുക്കിയിൽ നിന്നൊന്നും 35 വർഷമായിരുന്നു. അയ്യോ, അങ്ങനെ പുറത്ത് തനി തൊലി എന്ന് പറയുന്ന അവയവമേ ഇല്ല. വെന്ത് പൊളിഞ്ഞ് വെളുത്ത് കഴിഞ്ഞാണ് വന്നത്. 35 വർഷം അങ്ങനെ എങ്ങനെ സഹിച്ചെന്ന് വേണം. ചെയ്ത് ചളമാക്കി എല്ലാം. അലോപ്പതിയൊക്കെ മാറാരോഗം എന്ന് എഴുത്തള്ളിയ കേസാ പലരും പറയാറുള്ളത്. ആ മരുന്ന് കൊടുത്തയച്ചു. ഒരു ഡോസ് ഒരാൾ 25 വർഷമായി. 2ാം ഡോസിന് അവിടെ വന്നു. ശമനം ഉണ്ട്. 41 ദിവസത്തെ പഥ്യവും ചികിത്സയും. പഥ്യമുണ്ട്. മരുന്ന് കഴിച്ചാല് 41 ദിവസം വരെ കടുവറുത്തോ എണ്ണപ്പലഹാരം ഉണ്ടാക്കിയോ എണ്ണ ഒരു കാരണവശാലും ഉള്ളിൽ പോകരുത്.
അത് ഞാൻ കർശനമായി താക്കീത് ചെയ്യും. മരുന്ന് ഏത് വിഷമായാലും എണ്ണമയം ചേർന്നാൽ വിഷത്തിന്റെ വീര്യം കുറയും. അതുകൊണ്ട് മരുന്ന് കഴിച്ചാൽ ഫലം ആവണമെങ്കിൽ എണ്ണ ഉപയോഗിക്കരുത് അകത്തേക്ക്. വെളിച്ചെണ്ണയൊന്നും ചേർത്ത് കറിയൊന്നും വെക്കാതെയും. പിന്നീട് അതുപോലെ മത്സ്യം, മാംസം, ഇറച്ചി, മത്സ്യം, മാംസം, മുട്ട, പിന്നെ ചൊറിയുന്ന പദാർത്ഥം, ചേന, ചേമ്പ് ചൊറിച്ചിലുണ്ടാക്കും, രോഗിക്ക് ഇതാവും, ബുദ്ധിമുട്ടുണ്ടാവും. ചൊറിയുന്ന അത്തരം പദാർത്ഥം കറയുള്ളത് ഉപയോഗിക്കാതിരിക്കണം. അത്രയും മതി. ബാക്കി തേങ്ങ ചേർത്തൊക്കെ ഇഷ്ടംപോലെ കഴിക്കാം. തേങ്ങ ചേർത്ത് കറിയാക്കാം. തേങ്ങ ഉണങ്ങി കഴിഞ്ഞാൽ പാല് വറ്റുമ്പോ എണ്ണമയാവും. പാലുള്ളത് കഴിക്കാം. അങ്ങനെയാണ് പത്യം പറയാം. അമ്മയുടെ ചെറുപ്പകാലത്തേക്ക് പോയാൽ അന്നത്തെ ഒരുപാട് ദൂരം നടന്നാണ് സ്കൂളിൽ പോയിരിക്കുന്നൊക്കെ കേട്ടിട്ടുണ്ട്. അന്ന് അത് 49 ഞാൻ 44 ജനിച്ച് മെയ്യില്. 49 കല്ലാറില് ഏതാനും വീടുകാരേ ഉള്ളൂ. 10-11 വീടുകാരെ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ തമ്പുരാന്റെ വക അഞ്ചലാഫീസ് പോസ്റ്റ് ഓഫീസായി. അവിടെ അന്നത്തെ ആൾക്കാർ സ്കൂൾ വേണം എന്നുള്ള ആവശ്യമായി. തിരുവിതാംകൂർ തമ്പുരാന്റെ പൊന്മുടി വേനൽക്കാല വസതി അവിടെ പോകുമ്പോൾ സത്രമുണ്ട്. കാവടിയാറ് കഴിഞ്ഞ് ചുള്ളിമാനൂരുണ്ടെന്ന് ചുള്ളിമാനൂര് ഉണ്ടെന്ന് തോന്നുന്നു. ചുള്ളിമാനൂരുണ്ട്. അത് കഴിഞ്ഞാൽ വിതിരയുണ്ട്. വിതിര കഴിഞ്ഞാൽ കല്ലാറ് കഴിഞ്ഞാൽ കുളച്ചിക്കല. അവിടുത്തെ നാട്ടുകാരും നമ്മളുടെ അവിടുത്തെ മുപ്പിലമ്മരോട് സഹകരിച്ചാണ്. എനിക്ക് മാത്രം എൻ്റെ പ്രായത്തിലുള്ളൊരു 1-2 പേരേ ഉള്ളൂ, 5 വയസ്സായി. ബാക്കി 20-18 വയസ്സായ പിള്ളേരെയൊക്കെ ചേർത്താണ് സ്കൂൾ തുടങ്ങിയത്. നിലത്ത് കുതിരച്ചാണകമൊക്കെ വാരി മാറ്റി. പിന്നെ സത്രത്തിന്റെ കുതിരപ്പുര, സത്ര മോള് വെച്ച് ഇന്ന് സ്നേഹതീരൊന്നും അവിടെ ഗസ്റ്റ് ഹൗസ് ആക്കി ടൂറുകൾക്ക് വേണ്ടി. എന്നാൽ അവിടെ ഒരു പൊതുസ്ഥാപനം ഇല്ലാതാനും. പോസ്റ്റ് ഓഫീസ് പോലും ഒരുത്തന്റെ ചെറ്റ മുറിയിലായിരിക്കണം. പൊതുസ്ഥാപനം എന്ന് പറയാ ഒരു സ്കൂൾ അടച്ചുപൂട്ടേണ്ട ഭീഷണിയാണ് ഈ സ്കൂള് തന്നെ. അങ്ങനെ അന്നത്തെ ആൾക്കാർ സ്കൂളുണ്ടാക്കാൻ്റെ ആവശ്യം കരുതി സ്കൂളുണ്ടാക്കി. ഒരു നമ്മുടെ ആൾക്കാർ തന്നെ ബന്ധത്തിൽപ്പെട്ട ഒരാളാണ് എഴുത്തിന് അധ്യാപകനായി ഇരുന്നത്, ഗോപാല സാറെന്ന് പറയും. അയാള് ആണ് നിലത്ത് മണൽ വിരിച്ച്, ആറ്റും മണൽ വിരിച്ചാണ് സ്കൂൾ നിലത്ത് എഴുതിയൊക്കെ. ആരെങ്കിലുമൊക്കെ പഠിപ്പിക്കും. സാറ് വന്നില്ലെങ്കിൽ അവിടുത്തെ വീട് തീർപ്പുകാരനായാലും അക്ഷരാറിയാവുന്നവർ ആരെങ്കിലും വന്ന് പഠിപ്പിക്കും. അങ്ങനെ 2ാം ക്ലാസ് ആയപ്പോൾ സർക്കാർ ഏറ്റെടുത്തു. പിന്നെ അതുപോലെ ഗവൺമെന്റ് സ്കൂൾ ഇപ്പോഴും ഉണ്ട്, പിള്ളേർ കുറവ്. അന്ന് ഈ സ്കൂളിൽ പോയിരുന്ന സമയത്ത് രക്ഷകനായി വന്നിരുന്ന കൂടെ വന്നിരുന്ന ആള് തന്നെയാണ് പിന്നെ ജീവിതത്തിലും ഒപ്പം രക്ഷകനായി വന്നതെന്നും കേട്ടിട്ടുണ്ട്. അന്നത്തെ കാലത്ത് ഇവരൊക്കെ മുതിർന്ന, എന്റെ 10 വയസ്സിന് മൂത്തതാ ചേട്ടൻ, അമ്മായിരമ്മൻ, എന്റെ അപ്പന്റെ സഹോദരമ്മൻ. അയാളാണ് അവിടുത്തെ ആ പ്രദേശങ്ങളിൽ ചേട്ടനും അണ്ണനൊക്കെ ഉള്ളപ്പോ മുതിർന്നവരാണ്. അവരെ ഒപ്പം പ്രായമുണ്ട്. പക്ഷെ അവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് വെച്ച് പൊഴിഞ്ഞു അവസാനം ജയിച്ചു വന്നപ്പോ ഇയാളും എന്റെ ചേച്ചിയുടെ ഒരു മോനും ഞങ്ങൾ 3 പേരും അവിടെ നിന്ന് ജയിച്ചു. 5ാം ക്ലാസ്സാ മലയാളം. 5 വരെ പഠിക്കണം. പിന്നെ അവിടെ നിന്ന് വിജിലയില് ഉള്ളു ഹൈസ്കൂള്, അല്ല മിഡിൽ സ്കൂള്, മറ്റേത് പ്രൈമറി സ്കൂള്. പിന്നെ പ്രൈമറി സ്കൂൾ 5 ജയിച്ചപ്പോ വിജിലയിൽ കൊണ്ടാക്കി. അമ്മയാണ് കല്ലാർ സ്കൂളിൽ ചേർത്തെ. അണ്ണൻ പിന്നെ വിജിലയിൽ വന്നപ്പോ അണ്ണൻ കൊണ്ട് ചേർത്ത്. അതിന് ഞങ്ങൾ 6-ലെത്തിയപ്പോ അന്ന് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഇങ്ങനെയാണ്. +2 അങ്ങനെയല്ല. അന്ന് 4ാം ക്ലാസ് പണ്ടത്തെ മലയാളം 4ാം ക്ലാസ്സിൽ പഠിച്ച പണ്ഡിറ്റാണ്, മലയാളം പണ്ഡിറ്റാണ് ഞങ്ങൾക്ക് 6ാം ക്ലാസ്സിലെ അധ്യാപകൻ. ഹിന്ദിക്കും പണ്ഡിറ്റ് വേണം, പണ്ഡിറ്റെന്ന സ്ഥാനമാണ്. അന്ന് പിന്നെ 6-ലായപ്പോ നമ്മൾ 6-ലെത്തിയപ്പോ അവിടെ 7ാം ക്ലാസ് ഉണ്ടായി. 7ാം ക്ലാസ്സിലെത്തിയപ്പോ 8ാം ക്ലാസ് ഉണ്ടായി. അങ്ങനെയാണ് ഇന്ന് ഹൈസ്കൂള് +2 വരെ ഉണ്ട് ഇതില്. അന്ന് തമ്പുരാന്റെ മുജാവരി വിശ്രമ കേന്ദ്രമാണ് ഇന്നത്തെ ഹൈസ്കൂള്. ഇല്ല, ആശുപത്രി ജംഗ്ഷനില്ല. അന്ന് അതൊക്കെ വെറും വനം, പറിക്കാൻ തോട്ടവും സത്രവും ഉണ്ടായിരുന്നു പണ്ടത്തെ. അവിടെ നമ്മൾ കളിക്കാൻ പോവാറ്. ഇന്ന് അത് പഞ്ചായത്ത് ഹാളായി, മൃഗാശുപത്രി ഉണ്ട്, എല്ലാ സ്ഥാപനവും ആശുപത്രി ഉണ്ട്, സ്കൂളുണ്ട്, വലിയ സ്ഥാപനം. പണ്ട് നമ്മൾ പഠിച്ച സ്കൂൾ പോലീസ് സ്റ്റേഷന്റെ തൊട്ടടുത്ത്. അവിടെ ഒന്ന് ഇടിഞ്ഞു പൊളിച്ച് കാടുമായി കിടക്കുന്നു. അങ്ങനെ തേർഡ് പാറം തോറ്റപ്പോ 57-ലായിരുന്നു കേരളപ്പിറവിയിലെ. ആ വർഷം പിന്നെ 1 മാർക്കോ 1.5 മാർക്കോ തോറ്റു കാണും. ജയിക്കാൻ പറ്റൂല.
കള്ള മാർക്കൊന്നും കിട്ടൂല, അടിയേ ഉള്ളൂ. പ്രൊമോഷൻ ഒന്നും ഇല്ല ഇല്ല, നമ്മൾ എഴുതി തന്നെ ജയിക്കണം. അങ്ങനെ ഹിന്ദിക്ക് എനിക്ക് 1.5 മാർക്ക് കുറഞ്ഞ് 1.5 അടിയും വാങ്ങിച്ചു. 1.5 അടി? 1.5 അടി. ഒരടി ഓങ്ങി കിട്ടും, അരയടി കൊച്ചടി കിട്ടും. അങ്ങനെ അന്നത്തെ ശിക്ഷ. 2 അടിയെങ്കിൽ 2 ഓങ്ങി അടിക്കും. 2 മാർക്ക് കുറഞ്ഞു. അങ്ങനെയാണ് എണ്ണിക്കൊണ്ട് അടി വാങ്ങിക്കണം. ഹിന്ദിക്ക് 17 മാർക്ക്, 17.5 മാർക്ക് വേണം അന്ന് ജയിക്കാൻ. എനിക്ക് അല്ല 35 മാർക്ക്, അതിൽ 1.5 മാർക്ക് കുറഞ്ഞു. അങ്ങനെയാണ് അടി വെച്ചത്. അങ്ങനെ തോറ്റോമിനെ മതിയാക്കി. ആ വർഷമാണ് കുമാരനാശന്റെ ഭാര്യയും മക്കളൊക്കെ വീട്ടിൽ വന്നു. ഭാനുമതി അമ്മയും പിന്നെ അശോകന് ലീലയും നളിനി വീട്ടിൽ വന്നായിരുന്നു. ഭാനുമതി അമ്മ ചോദിച്ചു, ലക്ഷ്മി എന്താ പഠിക്കാത്ത, പഠിത്തം മതിയാക്കി. അന്നത്തെ സാമ്പത്തിക സ്ഥിതി അങ്ങനെയാണ്. ഒരു വർഷം അമ്മ ജോലി ചെയ്തല്ലേ 4 മക്കളെയും പോയിട്ടാ. പിന്നെ ചേട്ടത്തിമാരും അണ്ണനൊക്കെ കല്യാണം കഴിഞ്ഞ് വേറെയായി. പിന്നെ ഞാനും അമ്മയും മാത്രം, കിളവിയും മാത്രമാണ് പണിയെടുക്ക. വിളയിലെ കൃഷിയല്ലേ, അത് ഒരാഴ്ചക്ക് ഒരിക്കൽ കല്ലാർ ചന്തയിൽ വിറ്റ സാധനം എടുക്കാക്കും. അങ്ങനെ അന്നത്തെ ദാരിദ്ര്യം കൊണ്ട് പിന്നെ ആ സമയത്ത് ഈ ചികിത്സയും കാര്യങ്ങളൊക്കെ ദാരിദ്ര്യം എന്ന് വെച്ചാൽ 2 ആണ മതി ഇതിലേക്ക് പോവാൻ കുട്ടികൾക്ക്. ഞങ്ങൾക്ക് കല്ലാർ തോട്ടുമുക്ക് 2 ആണ, വലിയവർക്ക് 4 അണയും, ഇതിലെ 4 അണയും, തോട്ടുമുക്കി പോണെങ്കിൽ 5 അണയും കൊടുക്കും. അണയാണ് ചക്രം മാറി അണയായി. അങ്ങനെ ഞങ്ങള് 57 ഞാൻ പഠിത്തം മതിയാക്കുമ്പോ കേരളപ്പിറവിയിലെ ആ ലാസ്റ്റ് പാട്ടിന്റെ കയ്യിലുണ്ട് ഇപ്പോഴും. പാട്ടിലേക്ക് വരാം. ഞാൻ കവിതകളും കഥകളും ഒക്കെ ഉണ്ട്, ഞാൻ അതിലേക്ക് വരാം. ഇത് നമുക്ക് തീർത്തിട്ട് അത് കേരളപ്പിറവിയിലെ പാട്ട്. പദം പദം ഉറച്ചു നാം പാടി പാടി പോവുക ഭാരതാങ്കണത്തിലേക്ക് കേരളം പടുക്കുവാൻ. ആ പാട്ടായിരുന്നു. അവിടെ സാറ് പഠിപ്പിച്ച ബോർഡിൽ എഴുതുന്നത്. അത് എൻ്റെ കയ്യിലുണ്ട് ഇപ്പോഴും ആ പാട്ട്. അങ്ങനെ ഭർത്താവ് മതിയാക്കിയതിന് ശേഷം പിന്നെ 59 കല്യാണം കഴിഞ്ഞു. ഈ ചേട്ടനാണ് നായകൻ. അവിടെ നിന്ന് മുതിർന്ന കുട്ടിയായിട്ടുള്ള. അപ്പൊ നമ്മളുടെ കൂടെ ഞങ്ങളവിടുന്ന് ഞങ്ങൾ 3 പേര് ഇറങ്ങണം. കല്ലാറിന്ന് ചെല്ലുമ്പോൾ 2 കിട്ടും. പിന്നെ കോളനിയിൽ വന്നുകൂടി 49 50ഓടെയാണ് കല്ലാർ കോളനി, തിരുവിതാംകൂർ പട്ടാളം, തമ്പുരാന്റെ പട്ടാളം പിരിച്ചു വിട്ട. അവരവിടെയാ വെട്ടിപ്പിടിച്ചത്. അവർക്ക് പറഞ്ഞ ഇടുക്കി കല്ലാർ. അവര് നേരെ ആ കല്ലാർ വനം വെട്ടിപ്പിടിച്ചു. വെട്ടിത്തെളിച്ച് രാത്രി കുടിൽ കെട്ടിയിടും. നേരം വെളുക്കുമ്പോ ഫോറസ്റ്റും ആദിവാസികളെ കൂട്ടിച്ചെന്ന് പൊളിച്ചിടും ഓലക്കുടിൽ. അങ്ങനെ പൊളിച്ചു 3 വർഷമായപ്പോ അവർക്ക് അത് സർവേ ചെയ്ത് കിട്ടി. ഇപ്പോഴത്തെ കോളനി തലമുറകളാണ് ഇപ്പൊ കിടക്കുന്നത്. പക്ഷെ നമ്മളുമായിട്ട് നല്ല സൗഹൃദം. കാലത്ത് വന്നുകൂടിയപ്പം തിന്നാൻ അവർക്കൊന്നും ഇല്ലല്ല. വന്ന അത് പുതിയ പൊറുതി നമ്മളിടന്ന് നെല്ല്, മരിച്ചിനി, എന്തെല്ലാം ഉണ്ട് അതെല്ലാം കൊണ്ടുപോയാണ് അവരുടെ ജീവിതം ഉറപ്പിച്ചത്. അവർക്ക് ആ നന്ദിയൊക്കെ ഇപ്പോഴും ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചാൽ കഥയും കവിതയും ഒക്കെ ഇതിൽ എഴുത്തിൽ പകിടയും മന്ത്രിയെ കാത്തും എന്നൊക്കെ എഴുതുമ്പോൾ അവിടെ എവിടെയെങ്കിലും ഒരു ആക്ഷേപഹാസ്യത്തിന്റെ ശൈലി അമ്മയ്ക്ക് ഉണ്ടോ? അപ്പൊ അത് എഴുതുമ്പോൾ അതിലൂടെ പറയുന്ന അങ്ങനെ ആ ഒരു രീതി അവലംബിക്കാനുള്ള കാരണം എന്തെങ്കിലും? അയ്യോ രാഷ്ട്രീയം കയറി മുഴുത്തേ പോയി പൊയ്യല്ലേ പാവങ്ങളിലേക്ക് വിട്ടു, ഏതാണോ നമ്മുടെ ചിഹ്നം എന്നോതുവാൻ വല്ലാതെ ബുദ്ധി കുഴഞ്ഞു പോകും. രാഷ്ട്രീയം കൊണ്ട് കളിക്കുവോരെ നിങ്ങൾ നാടിൻ ശവക്കുഴി തോണ്ടിടണോ, യാഥ നയിച്ചു നടക്കു നിത്യവും മണ്ണിതിൽ പൊന്നു വിളഞ്ഞിടുമോ. ഇന്നത്തെ കാലത്ത് വളരെ ആപ്തമായിട്ടുള്ള വാക്കുകളാണ് അമ്മ പാടി വെച്ചിരിക്കുന്നത്, അതിൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ കാട്ടാക്കട മുരുകൻ, നമ്മുടെ ഏഷ്യാനെറ്റിൽ നമ്മൾ തമ്മിൽ പ്രോഗ്രാം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. നാത്തൂന് 1, പിന്നെ എന്തൊരു നമ്മക്കെല്ലാം തിമിരം, ആ പാട്ടായിരുന്നു പാടി. ഞാൻ പാടിയ ഒരു കവിത എടുത്ത് കണ്ടവരൊക്കെ ഇത് കണ്ടിട്ട് ആൾക്കാർ പറഞ്ഞു, ഈ മുരുകസാറിനെ കൊണ്ട് പാടിക്കണ്ടായിരുന്നു, അമ്മയെ കൊണ്ട് പാടിപ്പിച്ചെങ്കിൽ നല്ല പാട്ട് പാടിയായിരുന്നു. മലയുടെ മടിയിൽ പിറന്നവർ ഞങ്ങൾ സഖ്യൻ മലയുടെ മക്കൾ, അഗസ്ത്യ ഗുരുവരനരുളം വിദ്യകൾ പഠിച്ചു വളരുന്നു, ഞങ്ങൾ കന്നേ മുനീശ്വരന്മാർ. അത് വേറെ ഇടയ്ക്കുള്ള വരിയാണ്. എന്തായാലും ഈ എഴുതിയിരിക്കുന്ന കവിതകളൊക്കെ കവി ഡി വിനയചന്ദ്രനും അതോടൊപ്പം തന്നെ സുഗതകുമാരിയും ഒക്കെ, കവയത്രി സുഗതകുമാരിയും ഒക്കെ വായിക്കുകയും അവരതേ കുറിച്ചൊക്കെ നല്ല അഭിപ്രായം. കരയുന്ന കപോലം എന്നൊരു കവിതയാണ് സുഗതകുമാരി നല്ല കവിതയായിട്ട് കാടിന്റെ ഇത് എഴുതിയാണ്. വളരെ നന്നായി എന്നുള്ള അഭിപ്രായം ഒക്കെ രേഖപ്പെടുത്തും. പെട്ടെന്ന് പറയാൻ ഓർക്കൂല, സാരമില്ല, നമുക്ക് വായിച്ചെടുക്കാം. കരയുന്ന കപോലം അത് വളരെ നന്നായിരുന്നു എന്നൊക്കെ നല്ല അഭിപ്രായങ്ങളൊക്കെ വന്നായിട്ട് പറഞ്ഞു. അഭിപ്രായം തപസ്യ കലാസാഹിത്യം ഞാൻ 82 ചേർന്നതാ. ഇപ്പൊ നെടുവങ്ങാട്ടേക്ക് ഉപാധ്യാക്ഷയായിട്ട് എടുത്ത് വെച്ചിരിക്കണം എന്ന് അറിയുന്നു. ഞാൻ പറഞ്ഞു അത്ര കഠോരം വേണം.
ഈ ചേട്ടൻ വയ്യാതായപ്പം പിന്നെ ഞാൻ കുറെ ദിവസം വിട്ടു നിന്ന് പോവാൻ പറ്റാത്ത അവസ്ഥ 4-5 വർഷം. ഇപ്പം വീണ്ടും തപത്തിലുണ്ട്, പോവാറുണ്ട്. ഇപ്പോൾ ഈ പഠിച്ചു വെച്ചിരിക്കുന്ന അറിവുകൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാനും അറിയാനുമായി ഗവേഷക വിദ്യാർത്ഥികളൊക്കെ വരുന്നു എന്ന് പറഞ്ഞു. അതല്ലാതെ പലതരം വിഷയങ്ങളായിട്ട് അവിടെ വരാറ്. ശരി, അതല്ലാതെ ഈ അറിവ് പകർന്നു കൊടുക്കാൻ ആരെങ്കിലും ശിഷ്യരായിട്ട് ആരെങ്കിലും ഉണ്ടോ? അമ്മയുടെ അറിവുകൾ അല്ലേ ONV പറഞ്ഞ കണക്കാ. ONV അടുത്ത് നമ്മുടെ അടുത്ത് സംഘടന ചോദിച്ചു തന്നെ പയ്യന്മാര് യുവാക്കളെ ചോദിച്ചു, സാറ് കവിത എഴുതുന്ന മഹാകവിയാണ്, പക്ഷെ സിനിമ പാട്ടൊക്കെ അർത്ഥമില്ലാതെ എഴുതണം എന്തിനും. അവിടെ അദ്ദേഹം പറഞ്ഞ മറുപടി എന്തെന്ന്, എൻ്റെ ഈ കുറെ ഉപ്പ് ഇരിക്കുന്നു, വഴിയെ ഒരുത്താൻ മാങ്ങയും കൊണ്ടുപോകണം, ഉപ്പ് താന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ തേച്ച് കൊടുക്കുകയുള്ളൂ, ഇങ്ങനെ നുള്ളി കൊടുക്കാറില്ല. അതുപോലെയാണ് എൻ്റെ ഈ വിദ്യാണ്ടർമെന്റ്, വാ നീ പടി എന്ന് അങ്ങനെ അടിച്ചേപ്പിക്കണ്ട, സ്വമേധയാ ബുദ്ധി തോന്നിയാലേ പഠിക്കാൻ പറ്റും. എനിക്കിപ്പം ഒരു വിഷയം പഠിക്കണം താല്പര്യം ഉണ്ടെങ്കിൽ പഠിച്ചിരിക്കും. അതാണ് നമുക്ക് സ്വമേധയാ കിട്ടിയതാണ്. ഈ വിഷവിദ്യ തന്നെ നമുക്ക് ദൈവദത്തമാണ്. അതിൻ്റെ ചിട്ടയും കൈകാര്യവും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഗുരു, പ്രപഞ്ചം തന്നെയാണ് ഗുരു. നമ്മൾ ഭൂമാദേവി അമ്മയും മാനാദേവ അപ്പൻ എന്നൊക്കെയാണ് നാടൻ പാട്ട് നമ്മളെ തോറ്റമ്പാട്ടിൽ പറയാറ്. ഭൂമിദേവിയാണ് അമ്മ, ഭൂമിയാണ് പല ജീവജാലങ്ങളെയും പോറ്റി വളർത്തുന്നത്. മാനാദേവൻ അപ്പൻ എന്ന് പറയുമ്പം സത്യത്തിൽ യഥാർത്ഥത്തിൽ ആദിത്യനാണ് വരുന്നത്. അവിടെ സൂര്യദേവൻ പുത്രസ്ഥാനത്ത് നിൽക്കും. സൂര്യൻ തന്നെയാണ് ശിവനായാലും വിഷ്ണുവായാലും എല്ലാം ആദരിച്ചു വരുന്നത്. അത് നമ്മളുടെ തോറ്റമ്പാട്ട്, ചത്താലും നമുക്ക് ചാവിനെയൊക്കെ ശുദ്ധി ചെയ്യണം തോറ്റമ്പാട്ട് പാടിയിട്ടാണ്. ഭൂമിയുടെ തോറ്റം പാടി, പിന്നെ മനുഷ്യ നിർമ്മിതി പാടി, ജീവജാലങ്ങളൊക്കെ തോറ്റം പാടി, ഈ മരിച്ച ആളുടെ തോറ്റം പാടി. ഭൂമി മരിച്ചാലും മന്ത്രം വേറെ ഉണ്ട്, ശവം എടുപ്പിക്കാൻ പ്രത്യേക മന്ത്രമുണ്ട്, ഒരുപാട് ക്രിയ ഉണ്ട് അതിൽ. ഈ മനുഷ്യ ജീവൻ പോയ ഈ ജഡത്തെ പഞ്ഞിയാക്കി ആവാഹിച്ച് ഭൂമിദേവിയുടെ മടിത്തട്ടിൽ കൊണ്ട് അർപ്പിക്കുകയാണ് ചെയ്യാറ്. ഞങ്ങള് അഗ്നിക്കല്ല, ഭൂമിക്കാണ് തിരിച്ചങ്ങ് കൊടുക്കുക. മണ്ണിൽ നിന്ന് കിട്ടിയ മണ്ണ് ശരീരം തിരിച്ച് ഭൂമിദേവിയുടെ മടിയിൽ കൊണ്ടുവയ്ക്കുകയാണ്, ഭൂമി മാതാവിന്റെ മടിയിൽ അർപ്പിക്കുകയാണ് തിരിച്ച്. അതാണ് മന്ത്രം, കാട്ടിലെ മന്ത്രം. അഗ്നിയിൽ ദഹിപ്പിക്കില്ല, നമുക്ക് ദഹിപ്പിക്കില്ല, ദഹിപ്പിച്ച് ബലികർമ്മം ചെയ്യൂല. ചാവ് പാടി ശുദ്ധിയാക്കി മൂർത്തിയാക്കി നിർത്തുകയാണ്, മന്ത്രമൂർത്തികളാക്കി ഉപദേവന്മാരാക്കി നിർത്തിയാണ് ചെയ്യാറ്. പിന്നെ കർത്തവാവിന് വെളിയിടൂല. പിന്നെ നമ്മള് പൂജാതി കൊടുത്താൽ മതി. വെള്ളം കൂടി വെക്കണം എന്ന് പറയും, ചെറിയ ചെറിയ പൂജ, തവിട മലര മരിച്ചിന് ചുട്ടോ എന്തെങ്കിലും മതി, അങ്ങനെ വെച്ചു കൊടുക്കും. അല്ലാതെ നമ്മള് വാവുവലി അങ്ങനെ ചെയ്യാറില്ല. ചുടുന്നതല്ല, അഗ്നിക്കല്ല, നമ്മൾ ഭൂമിക്ക് തിരിച്ചങ്ങ് ജഡ കൽപ്പിക്കണം. പഞ്ഞിയാക്കി, ഈ ജഡത്തെ പഞ്ഞിയാക്കി ആവാഹിച്ച് പഞ്ഞിയാക്കി മാതാവിന്റെ മടിത്തട്ടിൽ കൊണ്ട് ഏൽപ്പിക്കുകയാണ് ചെയ്യാറ്. അതാണ് മന്ത്രം. അതിന് പ്രത്യേകം എടുക്കാൻ കഴിവുള്ളവർ വേണം. പിന്നെ മാടം പൂതൻ മുതലായ ചുടലം മാടം മറ്റുള്ളവ ജഡ എടുക്കുന്നവർ തോളിൽ നക്കാതെയൊക്കെ പത്മമുണ്ട്. പുറത്തുനിന്ന് വന്ന് സംബന്ധിക്കുന്നവർക്ക് ഇട്ടോണ്ട് പോകാൻ പത്മം കൈതന്റെ ഇലയിലേ ഓതുള്ളൂ. ഇടംപിരി വലംപിരി എന്ന് പറഞ്ഞാൽ സസ്യത്തിന്റെ ഇലയുണ്ട്, അതിലേ പത്മം എടുക്കാവും. കെട്ടാനും കൈതം വള്ളിയെ ശവം കെട്ടി കൊണ്ടുപോകാൻ എടുക്കും. പരമ്പളി മടക്കി കെട്ടിയാണ് കൊണ്ടുപോകാറ്. അങ്ങനെ പിന്നെ അതിൻ്റെതായ രീതിക്ക് ചെയ്യണം. പിന്നെ വന്ന് കൂടുന്നവർക്ക് വേറെ പ്യാശികളൊന്നും കൂടെ ആവാഹിക്കാതെ, പൊലയില്ലേ അത് വാദിക്കാതെ അത് ഭസ്മം തൊട്ടിട്ടിട്ടേ പോവാവും. പിന്നെ 3-ന്റെ അന്ന് വെലി വെക്കണം, വെലിപ്പുര ഉണ്ടാക്കി പുരയിൽ വെലി വയ്ക്കും. പിന്നെ 7-ന്റെ അന്ന് പൊതുപ്പേല തീർക്കണം. 16 കുടുംബം വരഞ്ഞാൽ മതി. ഞാൻ ചത്ത എൻ്റെ കുടുംബം പൊക്കൾ ബന്ധമുള്ളവരെ നോക്കിയാൽ മതി. പൊതുവായിട്ടുള്ള പോലെ 7-ന് തീർക്കും. നമുക്ക് ഒരുപാട് ആചാരങ്ങളാണ് അങ്ങനെ പോകുന്നത്. നമുക്ക് ശകലം രാഷ്ട്രീയത്തിനും കൂടെ നോക്കിയാൽ നമുക്ക് ഒരുപാട് സംഘടനകളുണ്ട് ആദിവാസി സമൂഹത്തെ മെച്ചപ്പെടുത്താനും അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ആയിട്ട്. നമുക്കൊരു മന്ത്രിയുണ്ട്, പട്ടികജാതി വികസന വകുപ്പ് മന്ത്രിയായിട്ടും, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആദിവാസി സമൂഹത്തിന് നമുക്ക് ഒരു വനിത തന്നെ നേതൃത്വം നൽകുന്ന ആദിവാസി സംഘടനകളൊക്കെ തന്നെ ഉണ്ട്. ഈ പ്രവർത്തനങ്ങളൊക്കെ ഏതെങ്കിലും തരത്തിൽ ആദിവാസികളുടെ ഇടയിലേക്ക് എത്തിച്ചേരുന്നു. പക്ഷെ സർക്കാരിന്റെ ഭാഗത്ത് ഒരുപാട് ഫണ്ടുകൾ മാറ്റിവെക്കുകയും ഒരുപാട് ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ട വിദ്യാഭ്യാസവും ആനുകൂല്യങ്ങൾക്കൊണ്ട് നെട്ടോട്ടം ഓടുന്നു. അതുമില്ല ഇതുമില്ലെന്നാണ് ഫലത്തിൽ അനുഭവം എല്ലാം കണക്ക് തന്നെ. ഒരു സാധനം കൈപ്പറ്റണമെങ്കിൽ 100,000 കടമ്പ കിടക്കണം. അവിടെയാണ് കെണി. സർക്കാർ ഇപ്പൊ ITDP ട്രൈബൽ ഡെവലപ്മെന്റ്, അതായത് ITDP എന്ന് പറയുന്ന സ്ഥാപനത്തിന് വീട് കിട്ടി. വീടിന് വാതിലിന് തടിക്കോടെ പോവാൻ മുറ്റത്തുണ്ട്. ഞാൻ നട്ട പ്ലാവ് ഉണ്ട്. ഇപ്പൊ ഞാൻ മാത്രമല്ല, എല്ലാം പഴഞ്ചാൻ പ്ലാവും മാവും എല്ലാം ഉണ്ട്.
അവിടെ കൊണ്ട് കാണിച്ചു ആ തടി കൊടുക്കണം ഡി അപ്പോൾ പറയും 1.5 ക്യൂബിക് മീറ്റർ തടി കിട്ടുമെന്ന്. റേഞ്ച് ഓഫീസ് മുതൽ ഇങ്ങോട്ടുള്ളവർക്ക് കെണി, അത് ശരിയാവില്ല. എടുക്കാൻ തടി കൊടുക്കുമ്പോഴും അവിടെ വന്ന് അളക്കാൻ ആദ്യം കൊണ്ട് ഇത്ര ഒരു മരുന്ന് കാണിച്ച്, മരുന്ന് ആഞ്ഞിലും പ്ലാവും എടുക്കാന്ന് ഒരു മരുന്ന് കൊണ്ട് കാണിച്ച്. അപ്പം ഞമ്മച്ചി അത് വണ്ണം കൂടിപ്പോയി. പിന്നെ ഇത്ര ഒരു മരം കാണിച്ചു, അത് വാങ്ങിയായിരുന്നു സത്യത്തിൽ. അവൻ പറഞ്ഞ അമ്മച്ചി അത് ചെറുതായിപ്പോയി. പിന്നെ വേറൊരു മരുന്ന് കാണിച്ച്, മരുന്ന് തടി ഫോറസ്റ്റ് ഓഫീസിൽ പോകണം, ഇതിനെല്ലാം പിന്നെ റേഞ്ച് ഓഫീസിൽ പോകണം, നമ്മൾ തന്നെ വേണം അതിന്റെ പിന്നിൽ അതിന്റെ പിന്നിൽ നടക്കണം. തടി അവരെ കൊണ്ട് നിർത്തിയേ മുറിക്കാവൂ, നിർത്തിയേ അറപ്പിക്കാവൂ എന്നൊക്കെ കേട്ടു. ഞാൻ എനിക്ക് തടിയും വേണ്ട, ഒന്നും വേണ്ട, ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. ഒന്നുമില്ലെങ്കിൽ 2 തകരം വാങ്ങിച്ച് കൊത്തിയിട്ടെങ്കിലും വാതിലടക്കും. പിന്നെ പ്ലൈവുഡ് വാങ്ങിച്ച് വാതിലിട്ടേക്കണം. ഇപ്പൊ ഇത് അമ്മയുടെ വീടിന്റെ അവസ്ഥ ഇത് തന്നെയാണ്, എല്ലാവർക്കും അത് തന്നെയാണ്. തടി ഉണ്ടെന്ന് പറഞ്ഞാൽ മതിയാ, നിയമപരമായി കൈ കിട്ടണ്ടേ. നമുക്ക് ആദിവാസി നമ്മളൊരു തടി മുറിക്കുമെങ്കിൽ അതിന്റെ മറവിൽ മറ്റാരെങ്കിലും ചെയ്യും, അപ്പോഴും നമ്മളെ ആയിരിക്കും കള്ള കേസ് വരിക. നമുക്ക് ആദിവാസി സമൂഹത്തിൽ തന്നെ ഒരു മന്ത്രി ഉണ്ടായിരുന്നു, ജയലക്ഷ്മി എന്ന പേരിൽ. ആ ഒരു കാലത്ത് അതൊരു കാര്യമുണ്ട്, 1000 പേരുടെ ഇടയ്ക്ക് ഒരാൾ ഇരുന്നുണ്ടെന്ന് അവളെ വായൊക്കെ മുടി കെട്ടാൻ മറ്റുള്ളവർക്ക് കഴിയും. രാഷ്ട്രീയത്തിന്റെ കള്ളക്കളി അവിടെയാ. ആദിവാസി മന്ത്രി തലത്തിൽ എവിടെ ഇരുന്നാലും ആദിവാസിയുടെ വായ മുടി കെട്ടാൻ കഴിയും. ഈ ജയലക്ഷ്മിയെ പറഞ്ഞിട്ട് കഥയില്ല. കൂടെ ഉള്ളവരൊക്കെ പല അടവുകളും പഠിച്ചവരാ. അത് അവര് തിരിമറി കാണിക്കും, അത് നമുക്കറിയാം. കാരണം എന്ന് വെച്ചാല് പുറത്ത് കാണുന്നതല്ല നടക്കുന്നതൊക്കെ. ഈ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി നടന്ന് തോറ്റ് ഞാൻ പറഞ്ഞു എനിക്ക് ദൈവം സഹായിച്ചാൽ ഞാൻ പിടിച്ചെടുത്തെങ്കിലും തിന്നോളാം, എന്നെ ചുമ്മാ അങ്ങ് വിട്ടേക്കാമോ. നമ്മൾ ഈ കേൾക്കുന്നത് പത്മശ്രീ വരെ എത്തിച്ചേർന്ന ലക്ഷ്മിക്കുട്ടിയമ്മയുടെ വാക്കുകളാണ്. ആ അമ്മയ്ക്ക് പോലും കൃത്യമായി അമ്മയുടെ കാര്യങ്ങൾ നോക്കി നടത്താനുള്ള ഒരു സൗകര്യങ്ങളോ ഒരു അവസരമോ സർക്കാർ ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടെങ്കിലും കൃത്യമായും അത് ആ ഒരു സമൂഹത്തിലേക്ക് അത് എത്തിച്ചേരുന്നില്ല. ഒരുപാട് കടമ്പകൾ കിടക്കണം, ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു ഈ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ എന്നാണ് അമ്മ നമ്മളോട് പറഞ്ഞു വെക്കുന്നത്. പത്മശ്രീ വരെ നേടിയ ലക്ഷ്മിക്കുട്ടിയമ്മയുടെ അവസ്ഥ ഇതാണെങ്കിൽ സാധാരണ ആദിവാസി സമൂഹങ്ങളിൽ ജീവിക്കുന്ന സാധാരണക്കാരുടെ ഒരവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതെ, ഒരു കാര്യമുള്ളത് ഞാൻ അത് വേറെയും പറഞ്ഞു കഴിഞ്ഞു. ആനുകൂല്യങ്ങൾക്കായി ആയുസിലർത്ഥവും ആനുകൂല്യങ്ങൾക്കായി ആ പീസുവാതിലിൽ കാത്തിരുന്നൊട്ടുന്നാൽ മേലാളരെ കാണാനേറിയ നാള് പോവും. ബസ് യാത്രയായിട്ട് തന്നെ കുറഞ്ഞോരിടകൾ പോവും. ചോദിച്ചതെല്ലാം കൊടുപ്പതിനായിക്കൊണ്ട് അങ്ങോടി ഇങ്ങോടി ഒട്ടേറെ നാള് പോവും. പഞ്ഞം കടങ്ങളും ഒട്ടേറെ ബാധിച്ചു ആദ്യം വ്യാധിയായി ശേഷം ദിനങ്ങൾ പോവും. ആനുകൂല്യമെന്നൊരാനയെ കാണുകിൽ പട്ടിണി പാവങ്ങൾ പാവയായി തീർന്നു പോവും. വലയുന്നു കഷ്ടം ഗിരിജനമേതീനോ തിരിയാ നിയമരഹസ്യങ്ങൾ ആർക്കുമേ. നിയമരഹസ്യങ്ങൾ ആർക്കറിയാം. അർത്ഥവത്തായ വാക്കുകളാണ് ഇപ്പോഴുള്ളത്. അതായത് നമുക്ക് ഈ ഇത്രയും തിരക്കിനിടയിലും ഷാർജയിലെ വളരെ തിരക്ക് പിടിച്ച ഒരു ചടങ്ങിനിടയിൽ നിന്നാണ് പത്മശ്രീ ലക്ഷ്മിക്കുട്ടിയമ്മ ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം അനുവദിച്ചു തന്നത്. അമ്മയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്, ഞങ്ങൾക്കും ചോദിക്കാനുണ്ട്. ഇനിയും മറ്റൊരവസരത്തിൽ കൂടുതൽ സന്തോഷകരമായ ഒരു അവസരത്തിൽ നമുക്ക് ചോദിച്ച് അറിയാം അമ്മയുടെ വിശേഷങ്ങളൊക്കെ. അമ്മ ഇനി എന്താണ് അമ്മയ്ക്കൊരു ഒരു ആഗ്രഹം, എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും? ആഗ്രഹിക്കാൻ പറഞ്ഞാൽ എനിക്ക് ഏകാന്തമായിട്ട് എവിടെങ്കിലും ഇരിക്കാൻ പറ്റിയെങ്കിൽ മതിയായിരുന്നു. ഇപ്പോഴത്തെ ഈ തിരക്കുകളിൽ നിന്നൊക്കെ മാറിയല്ലേ? പിന്നെ അല്ലേ, വെള്ളം കുടിക്കാൻ പോലും സമയമില്ലെന്ന് പറഞ്ഞാൽ അതാണ് സത്യം. ഇന്ന് 2-3 ദിവസം കാണില്ല എന്ന് പറഞ്ഞു എത്രയോ പേര് ബുക്ക് ചെയ്ത് കാണും. ഞാൻ ഫോൺ കൂടെ കൊണ്ടുവന്നില്ല, സാധാ ഫോണേ ഉള്ളു എൻ്റെ കൈവശം. ആഡംബര പോകണമെന്ന് എനിക്ക് ഇഷ്ടമല്ല, അത്യാവശ്യം വിളിക്കാനുള്ള മതി. അവിടെ ഡ്രൈവറുടെ കൈ കൊടുത്തിട്ടാ വന്നേ. നാളെ കാണില്ല അമ്മ, മറ്റൊന്ന് അവര് അപ്പോഴും കാണാന്ന് പറഞ്ഞേക്കും. കുറെ പേരെ ബുക്ക് ചെയ്ത് വെച്ചേക്കും, സഹായിക്കാൻ വരും. പിന്നീട് നമ്മുടെ ആൾക്കാർക്ക് അതിനോട് ബന്ധുക്കൾക്ക് കൊടുക്കാന്ന് വെച്ചാൽ മക്കളില്ല. ഒരു തന്നെയുള്ള അയാൾ ഉദ്യോഗസ്ഥനാണ്, അവന് ഇതൊന്നും അത്ര താല്പര്യമുള്ള വിഷയമല്ല. പിന്നെ കേന്ദ്ര ഉദ്യോഗസ്ഥനല്ലേ, റെയിൽവേയിലാണ്, അതുകൊണ്ട് അവന്റെ 2 മക്കളും സിറ്റിയിലെ ഇതുപോലെ പഠിച്ച് കൈരളി നെടുമങ്ങാട് കൈരളിയിലാ പഠിക്കണേ. അതുകൊണ്ട് അവനും ഭാര്യയുടെ വീട്ടിലാണ് നിൽക്കാറ്. അവിടുന്ന് വണ്ടി കൊണ്ടുപോകും. നമ്മളുടെ വരുന്നതും ബുദ്ധിമുട്ടാണ്. അവൻ റിട്ടയർഡ് ആയിട്ട് വീടൊക്കെ കെട്ടിടം ബന്ധസായി കെട്ടിടമൊക്കെ ഉണ്ട്. മില്ലിൽ നിന്നാണ് തടി വാങ്ങിച്ച അവൻ വീട് പൂർത്തിയാക്കിയ. എന്നിട്ട് പോലെ ആരോ കള്ള പെൻഷൻ കൊടുത്തു. അവിടെ ഒരു വേങ്ങമരം പിഴുത് വീണായിരുന്നു. വീട് കെട്ടുമ്പേ വീണതുകൊണ്ട് വീട് കേടായില്ല, ഫൗണ്ടേഷന്റെ പുറത്തൂടെ വീണേ ഉള്ളൂ. ആ തടി മുറിച്ചാണ് ഇവൻ വീട് പൂർത്തിയാക്കുന്ന ആരോ പെറ്റീഷൻ കൊടുത്ത് പാർശ്വ അന്വേഷണത്തിന് വന്നു. വീട് കണ്ടപ്പം പെറ്റീഷൻ നോക്കും, ചിരിക്കും.
വീട്ടില് മില്ലിൽ നിന്ന് അടി വാങ്ങിച്ചാണ് അവൻ വീട് വാതിലിട്ടത്. താമസിക്കുന്ന അമ്മയുടെ കൂടെ ആരാണ്? അമ്മ ഒറ്റയ്ക്കാണോ താമസമൊക്കെ? പകലൊറ്റയ്ക്കാവും, പെണ്ണുങ്ങൾ വരും, രോഗികൾ വരും, ആരെങ്കിലുമൊക്കെ വിദ്യാർത്ഥികൾ വരും. വിഷം തൊട്ട് വന്നാൽ അവിടെ കിടത്തി ചികിത്സിക്കണം. പിന്നെ സന്ധിവാതം പോലുള്ള മാറാരോഗങ്ങൾക്ക് അവിടെ വരും. പിന്നെ ഗസ്റ്റുകൾ വരും. പലർക്കും അവിടെ വരുമ്പം മനസമാധാനമുണ്ട്. അതുകൊണ്ട് വരുന്നവർക്ക് അവിടെ 2-3 ദിവസം തങ്ങാനൊക്കെ എൻ്റെ കൂടെ ജീവിക്കണം. പിന്നെ പെൺകുട്ടികളും വരും. അവിടെ ഒരു കുഴപ്പമില്ല, അവള് തന്നെ വീട്ടുകാരായി നിന്നോളും. നമ്മളുടെ സാഹചര്യത്തിന് ഒത്തുപോകും. പിന്നെ PhD എടുക്കാൻ സർക്കാർ തലത്തിൽ കോളേജിൽ നിന്നൊക്കെ പ്രൊഫസർമാർ വല്ലവരൊക്കെ ഉണ്ടെങ്കിലും പറഞ്ഞയക്കും എൻ്റെ അടുത്ത് പല വിഷയങ്ങളും. അമ്മ പറഞ്ഞത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. അമ്മയോട് ഇത്ര നേരം സംസാരിച്ചിരുന്നപ്പോൾ ഉണ്ടായ ഒരു മനസ്സമാധാനം, വളരെ ശാന്തമായി വളരെ സാധാരണ കാര്യങ്ങൾ വളരെ സാധാരണ രീതിയിൽ പറഞ്ഞു പോകുന്ന ഒരവസ്ഥയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരുപാട് സമാധാനം തോന്നുന്നുണ്ട്. അവിടെ MLA തന്നെ പറഞ്ഞിട്ടുണ്ട്, ലക്ഷ്മിക്കുട്ടി അമ്മയെ എത്ര പേർക്ക് അറിയാം ഇതിനു മുമ്പേ. അപ്പോൾ ചിലരിങ്ങനെ ഒരു കൈ പൊങ്ങി 2 കൈ പൊങ്ങും. ഇപ്പോഴും എത്ര പേർക്ക് വല്ല വ്യത്യാസമുണ്ടോ? അന്നത്തെ പോലെയാണ് ഇത്രയും വലിയ പുരസ്കാരങ്ങൾ. അപ്പോൾ അല്ല, അവരന്ന് കണ്ട പോലെയാണ് ഇന്ന്. പലരും വരുന്ന പത്മശ്രീ കിട്ടിയ ആള് സ്വർഗ സമാനം വീടും കൊട്ടാരവും കെട്ടിയാണ് ഇരിക്കുന്നത്. വരുമ്പോൾ ഇറയിലോ കൂരയും മൺവീടും ഒക്കെയാണ് കാണാറ്. ഇപ്പൊ വീടത്തിൽ നന്നാക്കി, വെള്ളയടിച്ച് നന്നാക്കി, അത്രേ ഉള്ളൂ. അമ്മ വളരെയധികം സന്തോഷം, നന്ദി. ചാനൽ ഡിയിലേക്ക് ഞങ്ങളോടൊക്കെ ഇത്രയും സമയം അനുവദിച്ചു തന്നതിൽ. ഇനി ഒരു അവസരത്തിൽ കൂടുതൽ വിശേഷങ്ങളുമായി ഞങ്ങളോടൊപ്പം ചേരണം.